നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയെ. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയെ. നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. രക്ഷകനൊഴികയിൽ അംബികയായ പരിശുദ്ധ മറിയം, നേർവഴി കാണിക്കുന്ന ദീപശിഖ. നമുക്ക് തിരിച്ചറിയാം, ഓരോ കുഞ്ഞിനെയും നേർവഴി കാണിക്കുന്ന, യേശുവെന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ദീപശിഖ. സ്നേഹവെളിച്ചം പകർത്തുന്നവൾ, യഥാർത്ഥ വെളിച്ചമായ യേശുവിലേക്ക് ദീപം തെളിച്ച് വഴികാട്ടുന്ന പരിശുദ്ധ മറിയം. ആ നല്ല അമ്മയെ പ്രകീർത്തിച്ച് കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ ഇന്ന് നാം പരിചയപ്പെടുന്നത് പാലക്കാട് രൂപതയിലെ മണ്ണാർക്കാട് ഫൊറോനയിൽപ്പെട്ട കുറ്റാനിക്കാട് ഇടവകയിൽ നിന്നും ഒരു കുടുംബം പരിശുദ്ധ മാതാവിൻ്റെ കൈപിടിച്ച് തങ്ങളുടെ കുടുംബജീവിതം രക്ഷകനായ യേശുവിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ജീവിതാനുഭവങ്ങളിൽ അവർ ഒരേ ഹൃദയത്തോടെ ഒന്ന് ചേർന്ന് പാട്ടുപാടി പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി അതുവഴി ഈശോയ്ക്ക് സ്നേഹമഹത്വം നൽകുന്നു. നമുക്ക് ആ ഗാന വീഥിയിലേക്ക് പ്രവേശിക്കാം.
എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എത്രയോ മനോഹരമായ ഒരു ആശയമാണ് ഈ വീട്ടമ്മ നമുക്കായി നൽകിയത്. വിലയില്ലാത്ത പാഴ്വസ്തു പോലെ തള്ളിക്കളയുന്നു അറിവില്ലാത്ത മക്കൾ പരിശുദ്ധ മറിയത്തെ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ നൽകിയ അമ്മ. ആ അമ്മയെ ഹൃദയത്തിൽ പകർത്തുവാൻ, ജീവിതത്തിലേക്ക് വിളിക്കുവാൻ, ജീവിതത്തിൻ്റെ സ്നേഹ വെളിച്ചമായി കരം പിടിക്കുവാൻ ആ അമ്മയുള്ളപ്പോൾ അതിനെ പാഴ്വസ്തുവായി വിലയില്ലാതായി കാണുന്ന ആ അവസ്ഥയിൽ ആ അമ്മയെ നിന്ദിക്കരുതേ എന്ന് പറഞ്ഞ് മനോഹരമായി ഗാനം പാടിയ പ്രീതി, ഈശോയുടെ നാമത്തിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ നൽകുന്നു. 6 മക്കളുടെ അമ്മ എന്ന നിലയിൽ ഇത്രയും മനോഹരമായി ഗാനം ആലപിക്കുമ്പോൾ ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപ തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുക. എങ്ങനെ ഇടവകയിലൊക്കെ? ഇടവകയിലെ കൊയർ ഗ്രൂപ്പിൽ ഞാൻ പാടുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കൊച്ചു ഇടവകയാണ്, 10-25 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ പാടാനൊന്നും പോവാറില്ലായിരുന്നു. മുൻപ് പാടുമായിരുന്നു? മുൻപ് പാടുമായിരുന്നു, കൊയറിനും ഒക്കെ പാടാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് ഒതുങ്ങിക്കൂടി അടുക്കളയിൽ മാത്രം പാടുന്ന അങ്ങനെ ഒരവസ്ഥയായിരുന്നു. ഇപ്പം പിന്നെ പള്ളിയിലൊക്കെ പാടാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ കർമ്മല ഗീതങ്ങൾ കാണുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ മനസ്സിലോർക്കും, എനിക്കിന്ന് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിലൊന്നും പാടാൻ പറ്റത്തില്ല. എപ്പോഴും വീട്ടിൽ മാത്രമാണ്. നമ്മൾ ഇനിയൊരു പുറത്തോട്ട് ഇനിയൊരു പാട്ടെന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം പ്രീതി പറയുമായിരുന്നു വീട്ടിലെ ഇനി നല്ല പാടാനൊക്കെ നല്ല കഴിവുണ്ട്, എനിക്ക് പാടാനുള്ള അവസരം കിട്ടുമോ എന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ ഞങ്ങളെ കൈവിടുവാണോ അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കൊന്തയില്ലിക്കൊണ്ടിരിക്കും. അന്നേരമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ അമ്മ എനിക്ക് ഇനി പാടാൻ പറ്റത്തൊന്നുമില്ലേ, എന്നെ നീ ഉപേക്ഷിച്ചോ എന്നൊക്കെ ഓർക്കുമായിരുന്നു. പക്ഷെ എന്നാലും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രീതി, ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. പക്ഷെ ആ ഒരു പ്രാർത്ഥന അമ്മ ഈ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുമായിരിക്കും. പക്ഷെ ഇപ്പം അമ്മ നല്ലൊരവസരം, നല്ലെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം കോടിക്കണക്കിന് ആൾക്കാർ ശ്രവിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് വീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. പ്രത്യേകിച്ച് നസ്രത്തിലെ കുടുംബിനിയായി വിരാജിച്ച അമ്മ ഓരോ കുടുംബിനിയുടെയും ഹൃദയസ്പന്ദനം വളരെ വ്യക്തമായത്, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ. കാരണം ഈ അമ്മയ്ക്ക് അറിയാം ഓരോ വീട്ടമ്മയുടെയും ജീവിതത്തിൻ്റെ വഴികൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തെ മുറുകെ പിടിക്കാതെ ഒരു കുടുംബിനി യഥാർത്ഥ കുടുംബിനിയാകില്ല. പരിശുദ്ധ മാതാവിനെ അനുകരിക്കാതെ ഒരു ഭാര്യ വിശ്വസ്തയായ ഭാര്യയാകില്ല. കാരണം യഥാർത്ഥമായി ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം, ഒരു വീട്ടമ്മ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നവൾ പരിശുദ്ധ മറിയമല്ലാതെ മറ്റാരുമല്ല. തീർച്ചയായും ഈ കണ്ണീരൊഴുക്കുന്ന നിഷ്കളങ്കതയാണ് ഈ പരിശുദ്ധ അമ്മ. ഇടി പ്രീതി, നിനക്ക് ഞാനിതാ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്നേഹ സമ്മാനം. എന്താണ് ഇടവകയോടുള്ള പ്രവർത്തനങ്ങളൊക്കെ? ജോജി, പ്രീതി എങ്ങനെ? പ്രീതി പാട്ട് പാടുന്നു, ജോജി എങ്ങനെയാണ് ഇടവകയോടുള്ള സമീപനമൊക്കെ? ഇടവകയോട് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഈ ഇടവക ഇങ്ങനെ സ്നേഹിക്കുക? കാരണം നമ്മുടെ പണ്ട് കാലത്ത് കാരണന്മാരൊക്കെ പറഞ്ഞിട്ടില്ല, പള്ളിക്കൂടം അങ്ങനെ നമ്മുടെ മക്കളൊക്കെ കയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ പള്ളി വഴി കയറി വരാൻ സാധിക്കുകയുള്ളൂ. അത് വിശ്വാസപരമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം കിട്ടണമെങ്കിൽ അത് പള്ളി, പുരോഹിതർ, സിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മയിൽ നിന്നല്ലാതെ കണ്ട് കിട്ടത്തില്ല. അപ്പം ഞങ്ങളുടെ വികാരിയച്ഛൻ, പിന്നെ എൻ്റെ ഗുരു ഒരു ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അദ്ദേഹം നല്ലൊരു മരിയഭക്തനാണ്. പുറമേ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭക്തിയാണ്. അതുപോലെ ഞങ്ങളുടെ ഇടവക വികാരി ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട്. അതെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടറായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ടോണി കോഴിപ്പാടൻ, അദ്ദേഹം കുറ്റിക്കാടുകാരൻ, ചാലക്കുടി കുറ്റിക്കാടുകാരൻ. അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞാല് മരിയഭക്തൻ എന്ന് പറഞ്ഞാല് അച്ഛൻ കുർബാന ബലി അർപ്പിക്കുമ്പോൾ
അച്ഛൻ്റെ കൈകളിൽ ലുത്തിനിയ, ഇത് കൈകളിൽ ജപമാല കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ കുർബാന ബലി അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കൈ പിടിച്ച ആ ഒരു ബലത്തിലാണ്. അത് ഭയങ്കര ഒരു ബലം തന്നെയാണ്. ഈ ജപമാല നമ്മുടെ കൈ പിടിച്ച് നമ്മൾ യാദൃശ്യമായിട്ട് നമ്മുടെ കൈകളിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ ജപമാല മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അച്ചട്ട. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. അഴലാമാഴിയിൽ ആഴാതെന്നെ കനിവഴുമമ്മേ കാത്തരുൾക. അഴലാമാഴിയിൽ ആഴാതെന്നെ കനിവഴുമമ്മേ കാത്തരുൾക. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. മന്നിതിൽ ജീവൻ വെടിയും നേരം വിണ്ണിലണഞ്ഞു ദാസൻ ഞാൻ. മന്നിതിൽ ജീവൻ വെടിയും നേരം വിണ്ണിലണഞ്ഞു ദാസൻ ഞാൻ. നിന്നോടൊന്നായി ഈശനെ വാഴ്ത്താൻ കൃപയേകണമേ നാഥേ നീ.
വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. ജോജി, പ്രീതി, നിങ്ങളെ ഈ കാർമൽ ഗീതങ്ങളിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ അപൂർവമായാണ് കുടുംബം ഒന്നു ചേർന്ന്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒരുപോലെ പാടുന്നവരായി മാറുന്ന അനുഭവം ഉണ്ടാവുക. ഇതിനു മുമ്പ് ഈ എപ്പിസോഡിൽ ഭാര്യയും ഭർത്താക്കന്മാരും വന്നിട്ടുണ്ട്, അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ അപൂർവമായി മാത്രമാണ് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പാടുക. ഇപ്പോൾ ജോജി പാടി, ആ പാട്ടിൻ്റെ കൃത്യതയ്ക്കപ്പുറം പരിശുദ്ധ അമ്മയോട് അടലാമാഴിയിൽ ആഴാതെന്നെ അമ്മയെ കാക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായി ആലാപനമായി അനുഭവപ്പെട്ടു. കുടുംബത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ എത്ര പേരുണ്ട്? എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ആ ഉള്ളറകളൊന്ന് പങ്കുവയ്ക്കൂ. എനിക്ക് 6 മക്കളുണ്ട്. 6 മക്കള്? ആ 6 മക്കളാണ് എനിക്ക് തമ്പുരാൻ ഇപ്പം തന്നിരിക്കുന്നത്. തീർച്ചയായും അത് ഈ അമ്മയോടുള്ള ഒരു ബന്ധത്തിൻ്റെ പ്രതിഫലനം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓരോ മക്കളുണ്ടാകുമ്പോഴും അമ്മയോട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും. അമ്മേ, ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം നിങ്ങൾ പറയാറില്ല. എന്നാൽ നല്ല മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്ന വളരുന്ന മക്കളെ ഞങ്ങൾക്ക് നീ തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി മക്കളെ കിട്ടി ഇനി അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും ഞങ്ങൾ. ഇനി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് എത്ര മക്കൾ തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അപ്പം നമുക്ക് എന്താ അമ്മയോട് അമ്മയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈശോയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ. അമ്മ മധ്യസ്ഥം പറഞ്ഞാൽ ഈശോ കേൾക്കും. അങ്ങനെ ഉത്തമ ബോധ്യമുണ്ട് എൻ്റെ കുടുംബത്തിന്. അപ്പം എൻ്റെ 6 മക്കൾ, 2 ആൺപിള്ളേർ, 4 പെൺപിള്ളേരാണ്. മൂത്തയാൾ ഈ പ്രാവശ്യം 9th ജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജീവൻ എന്നാണ്. രണ്ടാമത്തെ ആൾ ഇപ്രാവശ്യം 7th സാറ. 3ാമത്തെ ആൾ ജസ്റ്റിൻ. 4ാമത്തെ ആൾ മറിയ. 5ാമത്തെ ആൾ ഹന്ന. 6ാമത്തെ ആൾ റീത്ത. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബ ബന്ധങ്ങളിൽ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, ഒരു വലിയ സന്ദേശം തീർച്ചയായും ഇവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ ഹൃദയസ്പന്ദനം പോലും ഒരു പ്ലസന്റ് മൂഡ്, ശരിക്ക് ദൈവോന്മുഖമായ ഒരു ആനന്ദം, അത് പരിശുദ്ധ അമ്മ വഴി ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ 6 മക്കള്, മിടുക്കരായ 6 മക്കള് അവർ ഒന്നുചേർന്ന് പാടിപ്രകീർത്തിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുണ്ടെന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ തുണയായി അവർക്കുണ്ടെന്നുള്ള ആ സന്തോഷദായകമായ അനുഭവത്തിൽ അവർ തന്നെ പറയുകയാണ് 6 മക്കള്. അതെ, ഈ പ്രായത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മ വഴി സ്വായത്തമാക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി മാതൃകയാണ്. അതെ, ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമയോടെ പ്രവർത്തിച്ച് ദൈവഗീതങ്ങൾ പാടി ഈശോയെ മഹത്വപ്പെടുത്തി ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മുന്നേറുമ്പോൾ അവർക്ക് സമൃദ്ധിയുടെ നിറവ് നൽകി അനേകം മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തുമ്പോൾ അവർ പറയുന്നത് എന്താ? മക്കൾ പരിശുദ്ധാത്മ നിറവിൽ വളരണം, മറ്റൊരു നേട്ടവുമല്ല, പരിശുദ്ധാത്മ നിറവിൽ വളരണം അവരുടെ ആഗ്രഹം. തീർച്ചയായും ജോജി, പ്രീതി ഒരുപാട് പ്രാർത്ഥനകൾ നൽകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മക്കൾ വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ശബ്ദവും നാദവും താളവും ശ്രുതിയും ലയവും
സ്വർഗത്തോളം ഉയർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നിദാനമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച് മരണം വരെ, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരേ മനസ്സോടെ വർത്തിക്കുവാൻ നീ വിളിച്ച് അനുഗ്രഹിച്ച കുടുംബങ്ങളെ ഓർക്കുന്നു കർത്താവേ. ഒപ്പം ഈ കുടുംബത്തെയും സമർപ്പിക്കുകയാണ്. 6 കുഞ്ഞുമക്കൾ, അവർ വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹമായി മുന്നേറുവാൻ, ഒപ്പം എല്ലാ കുടുംബങ്ങളും ഈശോയെ അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ഉറവിടത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, എല്ലാ മക്കളും അനുഗ്രഹങ്ങളായി മാറുവാൻ, വീടിനും നാടിനും തിരുസഭയ്ക്കും ഇടവകയ്ക്കുമൊക്കെ സ്നേഹമാതൃകളായി മാറുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധ മറിയമേ, കാനായിലെ വിവാഹ വിരുന്നിലെ കുറവുകളിൽ സ്നേഹനിറവ് പകരുവാൻ മധ്യസ്ഥം വഹിച്ചവളെ, അമ്മ എല്ലാ കുടുംബങ്ങളിലും കൂടെ ആയിരിക്കണമേ. കരം പിടിക്കണമേ. ആമേൻ.